ഹായ് ഹലോ വെൽക്കം ടു എജ്യൂബി. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ടോ? നമ്മളിവിടെ SSC MTSൻ്റെ എക്സാം തുടങ്ങുകയാണല്ലേ, ഫെബ്രുവരി 4-ാം തീയതി. അപ്പോൾ നിങ്ങൾക്കറിയാം സെഷൻ 1 ഉണ്ട്, സെഷൻ 2 ഉണ്ട്. സെഷൻ 1 ക്വാളിഫയിങ് നേച്ചറാണ്, സെഷൻ 2 നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സെഷൻ 2 എന്തൊക്കെയാണുള്ളത്? ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും. അതായത് ഈ 2 ടോപ്പിക്സ് ആണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. First question, the headquarters of Food and Agricultural Organization. The headquarters of Food and Agricultural Organization. Option A, Geneva. Option B, New York. Option C, Rome. Option D, Paris. Food and Agricultural Organization headquarters എവിടാണ്? റോമിലാണ്. റോം. ഓക്കെ, റോം. റോമിലാണ്. ഓക്കെ ആണോ? ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് റോമിലാണ്. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നാണ് നിലവിൽ വരുന്നത്? 1945 ഒക്ടോബർ 16 എന്ത് നിലവിൽ വരുന്നത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. എവിടാണ് ആസ്ഥാനം? റോം. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടാ? റോം. എന്ന് നിലവിൽ വന്നു? 1945 ഒക്ടോബർ 16. ഒന്നുകൂടെ പറയാമോ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റോം, എന്ന് നിലവിൽ വന്നു 1945 ഒക്ടോബർ 16 നിലവിൽ വരുന്നത്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ്, വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേ എന്നാണ്? വേൾഡ് ഫുഡ് ഡേ എന്നാണ്? വേൾഡ് ഫുഡ് ഡേ ഒക്ടോബർ 16. എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ 16. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ? റോം. റോം എവിടാണ്? ഇറ്റലിയിലാണ്. ഇറ്റലി. ഓക്കെ, ഇറ്റലി. ഓക്കെ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ 16. എന്നാണ് വേൾഡ് ഫുഡ് ഡേ? ഒക്ടോബർ 16. നിങ്ങൾക്കറിയാം വേൾഡ് വാർ സെക്കൻഡ് അല്ലേ? വേൾഡ് വാർ സെക്കൻഡിന് ശേഷം രൂപപ്പെട്ടതാണ് എന്ത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പം വേൾഡ് വാർ സെക്കൻഡിൻ്റെ കാലഘട്ടം എന്നാണ്? 1939 to 1945 ആണ് എന്ത് വേൾഡ് വാർ സെക്കൻഡ്. അങ്ങനെ വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞ് തൊട്ടാദ്യമായിട്ട് രൂപം കൊണ്ട സ്ഥാപനമാണ് എന്ത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അടുത്ത പോയിന്റ് നമുക്കൊന്നുകൂടെ നോക്കാം. എന്ന് നിലവിൽ വന്നു? 1945 ഒക്ടോബർ 16 നിലവിൽ വരുന്നു. എവിടെ ആസ്ഥാനം? എവിടാണ്? റോം, ഇറ്റലി. എന്നാണ് വേൾഡ് ഫുഡ് ഡേ? എന്നാണ്? ഒക്ടോബർ 16. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം രൂപപ്പെട്ടതാണെന്ത്? 1939 1945 തൊട്ട് ശേഷം രൂപപ്പെട്ട സംഘടനയാണെന്ത്? വേൾഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അത് കഴിഞ്ഞ് ഇതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനിൽ 197 മെമ്പേഴ്സ് ആണ് ഉള്ളത്. 197 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, 197 മെമ്പേഴ്സ്. അതിനകത്ത് നമ്മൾ അറിയണം 194 കൺട്രീസും പ്ലസ് യൂറോപ്യൻ യൂണിയനും, ഓക്കെ, പ്ലസ് 2 അസോസിയേറ്റ് മെമ്പേഴ്സും ആണ് ഉള്ളത്. 2 അസോസിയേറ്റ് മെമ്പേഴ്സും ആണ് ഉള്ളത്. ഓക്കെ ആണോ? ഒന്നുകൂടെ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനിൽ 197 മെമ്പേഴ്സ് ആണ് ഉള്ളത്. 194 കൺട്രീസും യൂറോപ്യൻ യൂണിയനും 2 അസോസിയേറ്റ് മെമ്പേഴ്സും ആണ് എന്തിനുള്ളത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഉള്ളത്. അടുത്ത പോയിന്റ്, അതിൽ ഈ 2 അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ഐലൻഡ്സ് ആണ്. ഫെറോ ഐലൻഡ്സും ടോക്കിലാവ് എന്ന് പറയുന്ന ഒരു ഐലൻഡുമാണ് ഈ 2 അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 197 മെമ്പേഴ്സ് ആണുള്ളത്. ഒന്നുകൂടെ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1945 ഒക്ടോബർ 16. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 16 എന്താണ്? വേൾഡ് ഫുഡ് ഡേ. അത് കഴിഞ്ഞ് എന്താണ്? വേൾഡ് വാർ സെക്കൻഡ് കാലഘട്ടം 1939 1945. ഇത് കഴിഞ്ഞ് രൂപപ്പെട്ട ആദ്യത്തെ സംഘടനയാണ് ഇത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 197 മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെ? 194 കൺട്രീസും യൂറോപ്യൻ യൂണിയനും 2 അസോസിയേറ്റ് മെമ്പേഴ്സും ആണ് ഉള്ളത്. അത് കഴിഞ്ഞ് പറയേണ്ടുന്ന പോയിന്റ് ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ, പ്രസന്റ് ഡയറക്ടർ ജനറലിന്റെ പേരാണ് ക്യൂ ഡോങ് യു. ഓക്കെ ആണോ? ക്യൂ ഡോങ് യു ആണ് ഇപ്പോഴത്തെ പ്രസന്റ് ഡയറക്ടർ ജനറൽ. ഇദ്ദേഹം 9ാമത്തെ ഡയറക്ടർ ജനറൽ ആണെന്ന് അറിഞ്ഞിരിക്കുക.
ഇദ്ദേഹം 9ാമത്തെ ഡയറക്ടർ ജനറൽ ആണ്. ഒന്നുകൂടെ 1945 ഒക്ടോബർ 16 രൂപം കൊണ്ട ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം, ഇറ്റലി. വേൾഡ് ഫുഡ് ഡേ എന്ന് ആചരിക്കുന്നു? ഒക്ടോബർ 16. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം രൂപപ്പെട്ടു. പിന്നെ 197 കൺട്രീസ് ഉണ്ട്. ഏതൊക്കെ? 194 കൺട്രീസും 197 മെമ്പേഴ്സ് ആണുള്ളത്. അത് ഏതൊക്കെ? 194 കൺട്രീസ്, യൂറോപ്യൻ യൂണിയൻ, 2 അസോസിയേറ്റ് മെമ്പേഴ്സ്. ഇപ്പോഴത്തെ പ്രസന്റ് ഡയറക്ടർ ജനറൽ ആരാണ്? ക്യൂ ഡോങ് യു. അദ്ദേഹം എത്രാമത്തെ ഡയറക്ടർ ജനറൽ ആണ്? 9ാമത്തെ. അപ്പോൾ ഇതിനൊരു ഇതിനൊരു മോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ലോഗൻ എന്നും പറയാം, ആപ്തവാക്യം. ലെറ്റ് ദെയർ ബി ബ്രെഡ്. ഇതാണ് എന്ത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ലെറ്റ് ദെയർ ബി ബ്രെഡ്. ഈ ലെറ്റ് ദെയർ ബി ബ്രെഡ് എന്നൊരു മോട്ടോ കൊടുത്ത ആ വ്യക്തിയുടെ പേരാണ് സർ ജോൺ ബോയ്ഡ് ഓർ. ഇദ്ദേഹം 1ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 1ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ 1ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു സർ ജോൺ ബോയ്ഡ് ഓർ. ഇദ്ദേഹമാണ് ഈ മോട്ടോ നൽകിയത്. മോട്ടോ എന്താ? ലെറ്റ് ദെയർ ബി ബ്രെഡ്. ഓക്കെ ആണോ? ഒന്നുകൂടെ 1945 ഒക്ടോബർ 16 ആണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ രൂപം കൊണ്ടത്. എവിടെ? ആസ്ഥാനം എവിടെ? റോം, ഇറ്റലി. വേൾഡ് ഫുഡ് ഡേ എന്ന ഒക്ടോബർ 16. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം രൂപം കൊണ്ട സംഘടനയാണ് എന്ത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. വേൾഡ് വാർ സെക്കൻഡ് കാലഘട്ടം 1939, 1945. 197 മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, 197 മെമ്പേഴ്സിനകത്ത് 194 കൺട്രീസും യൂറോപ്യൻ യൂണിയനും 2 അസോസിയേറ്റ് മെമ്പേഴ്സും ആണുള്ളത്. പ്രസന്റ് ഡയറക്ടർ ജനറൽ ആരാ? ക്യൂ ഡോങ് യു. എത്രാമത്തെയാ? 9ാമത്തെ ഡയറക്ടർ ജനറൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മോട്ടോ എന്താണ്? ലെറ്റ് ദെയർ ബി ബ്രെഡ്. അത് ആരാ കൊടുത്തത്? സർ ജോൺ ബോയ്ഡ് ഓർ. ഇദ്ദേഹം ആരായിരുന്നു? ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. കിട്ടിയല്ലോ. നമുക്കപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനെ കുറിച്ച് 2 പോയിന്റ് പഠിക്കാം. ഓക്കെ ആണോ? യൂറോപ്യൻ യൂണിയനെ കുറിച്ച്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സെറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് യൂറോപ്യൻ യൂണിയനെ കുറിച്ച് 2 വാക്ക് പറയാം. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്ന വർഷം 1993 നവംബർ 1 യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്നത്. 1993 നവംബർ 1 യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഒന്ന് ഓർത്ത് പറഞ്ഞേ. 1945 ഒക്ടോബർ 16. യൂറോപ്യൻ യൂണിയൻ വർഷം 1993 നവംബർ 1 എന്ത്? യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമാകുന്നത്. എവിടെ? അല്ല, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസ് ബെൽജിയം. ഓക്കെ ആണോ? യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നതെന്ന 1993 നവംബർ 1. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? ബ്രസൽസ്, ബെൽജിയം. ഇതിന് മുമ്പ് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ്, ഇതിന് മുമ്പ് 28 മെമ്പേഴ്സ് ആണ് എന്തിനുണ്ടായിരുന്നത്? യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആര് എക്സിറ്റ് ആയി? ബ്രിട്ടൻ എക്സിറ്റ് ആയി. അതാണ് ആ പദമാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടൻ എക്സിറ്റ് ആയി. ഏത്? യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ഇപ്പം എത്ര മെമ്പേഴ്സേ ഉള്ളൂ? 27 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. 27 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ചോദിക്കാം. ബ്രിട്ടൻ എക്സിറ്റ് ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് എന്ത്? 27 മെമ്പേഴ്സ് ആണ് യൂറോപ്യൻ യൂണിയനിലുള്ളത്. ഇവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയാണല്ലോ ഈ യൂറോപ്യൻ യൂണിയൻ. ഇവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കറൻസിയാണ് എന്ത്? യൂറോ എന്ന് പറയുന്നത്. ഇവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കറൻസിയാണ് യൂറോ നിലവിൽ വന്നത്. നിലവിൽ വന്ന വർഷമാണ് 1999 ജനുവരി 1. ഓക്കെ ആണോ? യൂറോ നിലവിൽ വന്ന വർഷമാണ് 1999 ജനുവരി 1. ഓക്കെ, ഇനി അടുത്തത്. ഇത് യൂറോ നിലവിൽ വന്നത്. ഇനി എൻറ്റേർഡ് ഇൻറ്റു സർക്കുലേറ്റ് ആയ വർഷം ചോദിച്ചാൽ 2002 ജനുവരി 1. 2002 ജനുവരി 1 എന്ത്? യൂറോ സർക്കുലേറ്റ് ആയത്. ഒന്നുകൂടെ, യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്ന വർഷം എന്നാ? 1993 നവംബർ 1. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? ബ്രസൽസ്, ബെൽജിയം. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 27 മെമ്പേഴ്സ് ഉണ്ട്. അത് അറിഞ്ഞിരിക്കുക. 27 മെമ്പേഴ്സ് ഉണ്ട്. കോമൺ കറൻസിയാണ് യൂറോ നിലവിൽ വന്ന വർഷം 1999 ജനുവരി 1. സർക്കുലേഷൻ ആയത് 2002 ജനുവരി 1.
എത്ര കൺട്രീസ് യൂറോ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. എത്ര കൺട്രീസ് യൂറോ ഉപയോഗിക്കുന്നുണ്ട്? 27 കൺട്രീസ് ആണ് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളത്. പക്ഷെ എന്താണ്, 20 കൺട്രീസേ ഉപയോഗിക്കുന്നുള്ളൂ. 20 കൺട്രീസേ യൂറോ ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാ യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സും ഉപയോഗിക്കുന്നില്ല എന്നറിഞ്ഞിരിക്കുക, യൂറോ ഉപയോഗിക്കുന്നില്ല. ഓക്കെ ആണോ? യൂറോ ഉപയോഗിക്കുന്ന 20 കൺട്രീസ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ്, യൂറോപ്യൻ യൂണിയനിലെ അംഗമായ അവസാനത്തെ രാജ്യം, ലാസ്റ്റ് ടു ജോയിൻ, അംഗമായ അവസാനത്തെ രാജ്യമാണ് ക്രൊയേഷ്യയാണ് യൂറോപ്യൻ യൂണിയനിൽ അംഗമായ അവസാനത്തെ രാജ്യം. ഏത് വർഷം? 2013. ഓക്കെ ആണോ? 2013. ഇനി യൂറോപ്യൻ യൂണിയന്റെ മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, യൂറോപ്യൻ യൂണിയൻ എന്തുണ്ട്? ഒരു ഫ്ലാഗ് ഉണ്ട്. ഫ്ലാഗിന്റെ നിറം എന്താ? ഫ്ലാഗിന്റെ നിറം ബ്ലൂ. അതിനകത്ത് 12 സ്റ്റാർസ് ഉണ്ട്. 12 സ്റ്റാർസ് ആലേഖനം ചെയ്തിട്ടുണ്ട്. 12 സ്റ്റാർസ്. ബ്ലൂവിനകത്ത്, ബ്ലൂ ഫ്ലാഗിൽ എന്തുണ്ട്? 12 സ്റ്റാർസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിനൊരു അടുത്ത പോയിന്റ്, ആന്തം ഉണ്ട്. ഇതിനൊരു സ്വന്തമായിട്ടൊരു ആന്തം ഉണ്ട്. ആന്തത്തിന്റെ പേരാണ് ഓഡ് ടു ജോയ്. ഓക്കെ ആണോ? ഓഡ് ടു ജോയ്. ഓക്കെ, ഇതിനൊരു സ്ലോഗൺ ഉണ്ട്. യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. ഒന്നുകൂടെ പറയാമോ? യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗ് ബ്ലൂ കളറാണ്. എത്ര സ്റ്റാർസ് ഉണ്ട്? 12 സ്റ്റാർസ് ഉണ്ട്. അതിന്റെ ആന്തം, യൂറോപ്യൻ യൂണിയന്റെ ആന്തത്തിന്റെ പേരാണ് ഓഡ് ടു ജോയ്. അടുത്തത് സ്ലോഗൺ എന്താ? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. ഒന്നുകൂടെ പറയാമോ? കൂടെ പറഞ്ഞു പഠിക്കണേ. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്ന വർഷം 1993 നവംബർ 1, 1993 നവംബർ 1, 1993 നവംബർ 1. എവിടാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? ബ്രസൽസ്, ബെൽജിയം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്തായിരുന്നു? റോം, ഇറ്റലി. ഇതെന്താ? യൂറോപ്യൻ യൂണിയൻ എന്താ? ബ്രസൽസ്, ബെൽജിയം. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 27 മെമ്പേഴ്സ് അല്ലേ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 197 മെമ്പേഴ്സ്. 194 കൺട്രീസും പ്ലസ് യൂറോപ്യൻ യൂണിയൻ പ്ലസ് എന്തായിരുന്നു? 2 അസോസിയേറ്റ് മെമ്പേഴ്സും. അതിലെ യൂറോപ്യൻ യൂണിയന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ, 1993 നവംബർ 1, ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയം. എത്ര മെമ്പേഴ്സ്? 27 മെമ്പേഴ്സ്. കറൻസി എന്താ? കോമൺ കറൻസി എന്താ? യൂറോ ആണ്. പക്ഷെ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നില്ല, യൂറോ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ചോദിക്കാം, യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര? 20. ഏറ്റവും അവസാനം ജോയിൻ ചെയ്യുന്ന രാജ്യം എന്താ? ക്രൊയേഷ്യ. ഓക്കെ, ക്രൊയേഷ്യ ഏത് വർഷം? 2013. ഫ്ലാഗിന്റെ നിറം എന്താ? ബ്ലൂ. 12 സ്റ്റാർസ് ഉണ്ട് അല്ലേ? നാഷണൽ ആന്തം യൂറോപ്യൻ യൂണിയന്റെ ആന്തം എന്താ? ഓഡ് ടു ജോയ്. സ്ലോഗണോ? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ ആണോ? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. അപ്പം പ്രസന്റ് ഡയറക്ടർ ജനറൽ, പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേരാണ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് എന്ത്? ഊർസുല വോൺ ഡെർ ലിയൻ. 13ാമത്തെ പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഊർസുല വോൺ ഡെർ ലിയൻ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. എത്രാമത്തെ പ്രസിഡന്റ് ആണ് അവര്? 13ാമത്തെ പ്രസിഡന്റ് ആണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. യൂറോപ്യൻ യൂണിയൻ 1993 നവംബർ 1, ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയം. 27 മെമ്പേഴ്സ് ആണുള്ളത്. കറൻസി എന്താ? യൂറോ നിലവിൽ വന്ന വർഷം ഇത് ചോദിച്ചിട്ടുണ്ട്. യൂറോ നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1999 ജനുവരി 1. സർക്കുലേഷനിൽ എൻ്റർ ആയത് 2002 ജനുവരി 1. യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 20. ക്രൊയേഷ്യ ലാസ്റ്റ് ജോയിൻ ആയ രാജ്യമാണ് എന്ത്? ക്രൊയേഷ്യ. വർഷം എന്നാ? 2013. പിന്നെ ബ്ലൂ ഫ്ലാഗ് ആണുള്ളത്. അതിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? 12 സ്റ്റാർസ് ഉണ്ട്. ആന്തം എന്താ? ഓഡ് ടു ജോയ്. സ്ലോഗൺ എന്താ? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. സ്ലോഗൺ മസ്റ്റ് ആണ്. സ്ലോഗൺ എന്താ? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ മോട്ടോ എന്തായിരുന്നു? ലെറ്റ് ദെയർ ബി ബ്രെഡ്. അതാരായിരുന്നു? സർ ജോൺ ബോയ്ഡ് ഓർ അല്ലേ? സർ ജോൺ ബോയ്ഡ് ഓർ ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ. ഇത്രയും സെറ്റ് ആണോ? നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാമോ? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റോം, ഇറ്റലി. ഏത് വർഷം നിലവിൽ വന്നു? 1945 ഒക്ടോബർ 16. അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ 16 എന്താണ്? വേൾഡ് ഫുഡ് ഡേ. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം നിലവിൽ വന്നതാണ് എന്ത്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 197 മെമ്പേഴ്സും. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ക്യൂ ഡോങ്
യു ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാ? ക്യൂ ഡോങ് യു. എത്രാമത്തെ ഡയറക്ടർ ജനറൽ ആണ്? 9ാമത്തെ ഡയറക്ടർ ജനറൽ. പിന്നെന്താ? മോട്ടോ ലെറ്റ് ദെയർ ബി ബ്രെഡ്. സർ ജോൺ ബോയ്ഡ് ഓർ ആണ്. സർ ജോൺ ബോയ്ഡ് ഓർ ആണെന്ത് ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. മോട്ടോ കൊടുത്തേക്കുന്ന ആരാണ്? സർ ജോൺ ബോയ്ഡ് ഓർ. പിന്നെ അടുത്തത് യൂറോപ്യൻ യൂണിയനെ പറ്റി പറഞ്ഞല്ലേ. യൂറോപ്യൻ യൂണിയൻ 1993 നവംബർ 1 നിലവിൽ വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാണ്? ബ്രസൽസ്, ബെൽജിയം. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 27 മെമ്പേഴ്സ് ആണ് ഉള്ളത്. കറൻസി എന്താ? യൂറോ. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. entered into circulation 2002 ജനുവരി 1. എത്ര രാജ്യങ്ങൾ യൂറോ ഉപയോഗിക്കുന്നുണ്ട്? 20 രാജ്യങ്ങൾ. ക്രൊയേഷ്യ എന്താ? ലാസ്റ്റ് ജോയിൻ ആയ കൺട്രിയാണ് ക്രൊയേഷ്യ, അത് അറിഞ്ഞിരിക്കുക. 2013 ആണ് ക്രൊയേഷ്യ ജോയിൻ ആയത്. പിന്നെ പ്രസിഡന്റ് ആരാ? ഉർസുല വോൺ ഡെർ ലിയൻ, 13ാമത്തെ പ്രസിഡന്റ് ആണ്. പിന്നെ ബ്ലൂ ഫ്ലാഗ് ആണ്, 12 സ്റ്റാർസ് ഉണ്ട്. ആന്തം എന്താ? ഓ ടു ജോയ്. സ്ലോഗൻ എന്താ? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ ആണോ? ഇത്രയും സെറ്റാണോ? ഈ ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റായോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് എ ഹോക്കി ഫീൽഡ്? വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് എ ഹോക്കി ഫീൽഡ്? നമുക്കത് നോക്കാമോ? ഈ സ്റ്റാൻഡേർഡ് വിഡ്ത്ത്, അപ്പം ഹോക്കിയുടെ ഒരു ഫീൽഡ് നമുക്കൊന്ന് നോക്കാം. ഇത് സെൻറ്റർ ലൈൻ ആണ്. ഇത് സെൻറ്റർ ലൈൻ. ഇവിടെ ഒരു 22.8 മീറ്റർ മാറി ഇവിടെ ഒരു ലൈൻ ഉണ്ട്. നമ്മൾ സാധാരണ 23 മീറ്റർ ലൈൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ ഉണ്ട്. ഇവിടെ ഒരു പെനാൽറ്റി സ്പോട്ട് ഉണ്ട്. ഇവിടെ ഗോള്. ഇത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ, ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് എ ഹോക്കി? ഇതിന്റെ നീളമാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് എ ഹോക്കി. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എത്ര? 55 മീറ്റർ ആണ്. 55 മീറ്റർ ആണ് എന്ത്? ഹോക്കിയുടെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഹോക്കി 55 മീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് 55 മീറ്റർ. അഥവാ അറിഞ്ഞിരിക്കുക 60 യാർഡ്സ്. യാർഡ്സിലും കൂടെ അറിഞ്ഞിരിക്കുക 60 യാർഡ്സ്. അതുമല്ലെങ്കിൽ 180 ഫീറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഇത് മൂന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. 180 ഫീറ്റ്, 55 മീറ്റർ, അല്ലെങ്കിൽ 60 യാർഡ്സ്, അല്ലെങ്കിൽ 180 ഫീറ്റ് അറിഞ്ഞിരിക്കുക. ഹോക്കി ഫീൽഡിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത് 55 മീറ്റർ, അല്ലെങ്കിൽ 60 യാർഡ്സ്, അല്ലെങ്കിൽ 180 ഫീറ്റ്. ഒന്നുകൂടെ കൂടെ പറയാമോ? 55 മീറ്റർ, 60 യാർഡ്സ്, അല്ലെങ്കിൽ 180 ഫീറ്റ്. ഒന്നുകൂടെ 55 മീറ്റർ, 60 യാർഡ്സ്, 180 ഫീറ്റ്. അപ്പൊ ലെന്ത് നോക്കാമോ? ലെന്ത് ഇതിപ്പോ വിഡ്ത്ത് ആണല്ലേ പറഞ്ഞത്. ലെന്തിന്റെ കാര്യം, ലെന്താണ് പറയുന്നത്, ലെന്ത്. ഓക്കെ, ഇവിടെ 20 ഈ ഒരു ഗ്യാപ്പാണ് 22.8 എന്ന് പറയുന്നത്. ഇത് സെൻറ്റർ ലൈനാണ്. സെൻറ്റർ ലൈനാണ് ഇത്. സെൻറ്റർ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 22.8 മീറ്റർ ആണ്. ഈ ഒരു ഇതെന്ന് പറയുന്നത് 22.9 മീറ്റർ ആണ്. ഓക്കെ, 22.8, 22.9. അങ്ങനെ ടോട്ടൽ ലെന്ത് വരുന്നത് സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് ഹോക്കി ഫീൽഡ് ചോദിക്കുകയാണെങ്കിൽ 91.4 മീറ്റർ ആണ്. 91.4 മീറ്റർ ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ലെന്ത്. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എത്ര? 55 മീറ്റർ, 60 യാർഡ്സ്, അല്ലെങ്കിൽ 180 ഫീറ്റ്. 91.4 മീറ്റർ ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ലെന്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഇവിടെ പഠിക്കേണ്ടുന്ന കാര്യം, ഇവിടെ 100 യാർഡ്സ് ആണ് ലെന്ത് എന്ന് പറയുന്നത്. 100 യാർഡ്സും 300 ഫീറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് 55 മീറ്റർ, 60 യാർഡ്സ്, അല്ലെങ്കിൽ 180 ഫീറ്റ്. ലെന്ത് എന്ന് പറയുന്നത് 91.4 മീറ്റർ, അല്ലെങ്കിൽ 100 യാർഡ്സ്, അല്ലെങ്കിൽ 300 ഫീറ്റ്. ഓക്കെ ആണോ? നമുക്ക് ഇതിനു മുമ്പ് SSC CHSL SSC സ്റ്റെനോയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ട്രൈക്കിംഗ് ഓർ ഷൂട്ടിംഗ് സർക്കിൾ ഇൻ എ ഹോക്കി ഫീൽഡ്? സ്ട്രൈക്കിംഗ് ഓർ ഷൂട്ടിംഗ് സർക്കിൾ ഇൻ എ ഹോക്കി ഫീൽഡ്. ഒരു മിനിറ്റ്, ഇതിൽ പോവാം. ഇതാണ്
സ്ട്രൈക്കിംഗ് സർക്കിൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ റേഡിയസ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഇത് SSC സ്റ്റെനോ 2025 ചോദിച്ച SSC സ്റ്റെനോയുടെ ക്വസ്റ്റ്യൻ ആണെന്ത്, ഇതിന്റെ റേഡിയസ് എത്രയെന്നുള്ളത്. ഓക്കെ, അത് എഴുതിയെടുത്തോണം, നിങ്ങൾ എഴുതിയെടുക്കണം ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് ദ സ്ട്രൈക്കിംഗ് ഓർ ഷൂട്ടിംഗ് സർക്കിൾ, റേഡിയസ് ഓഫ് ദ സ്ട്രൈക്കിംഗ് ഓർ ഷൂട്ടിംഗ് സർക്കിൾ ഇതിന്റെ റേഡിയസ് ആണ് എന്ത് 14.63 മീറ്റർ. ഇത് PYQ ആണ് കേട്ടോ, PYQ ആണ്. SSC സ്റ്റെനോയ്ക്ക് ചോദിച്ചിട്ടുള്ള 2025 SSC സ്റ്റെനോയ്ക്ക് ചോദിച്ചിട്ടുള്ള റേഡിയസ് ആണ് 14.63 മീറ്റർ. അതായത് ഇതാണ് ഷൂട്ടിംഗ് സർക്കിൾ കേട്ടോ, ഇതാണ് ഷൂട്ടിംഗ് സർക്കിൾ. അതിന്റെ റേഡിയസ് ആണ് എന്ത് 14.63 മീറ്റർ, 14.63 മീറ്റർ. അതുപോലെ അറിയേണ്ട പോയിന്റ് ആണ്, ഇത് പെനാൾട്ടി സ്പോട്ടാണ്, ഈ സാധനം. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, ഇത് ഗോൾ ഏരിയ ആണ്, ഗോൾ ഏരിയ. ഈ പെനാൾട്ടി സ്പോട്ടിൽ നിന്ന് ഗോളിൽ വരെയുള്ള ദൂരമാണ് എന്ത് 6.4 മീറ്റർ, 6.4 മീറ്റർ അഥവാ 7 യാർഡ്സ്, 6.4 മീറ്റർ അഥവാ 7 യാർഡ്സ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് എ ഹോക്കി എന്ന് പറയുന്നത് 55 മീറ്റർ. ബാക്കി അതിൻ്റെ ഇത് അറിഞ്ഞിരിക്കാം 91.4 മീറ്റർ. ഇത് പ്രധാനമായിട്ടും ഇത് രണ്ടും അറിഞ്ഞിരിക്കുക, യാർഡ്സും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു യാർഡെന്ന് പറയുന്നത് 3 ഫീറ്റ് ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു യാർഡെന്ന് പറയുന്നത് 3 ഫീറ്റ് ആണ്. ഒരു യാർഡെന്ന് പറയുന്നത് 3 ഫീറ്റ് ആണ്. നോക്കി നോക്കൂ, 60 യാർഡെന്ന് പറയുന്നത് 180 ഫീറ്റ് ആണ്. അപ്പോൾ യാർഡ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഈ കൺസെപ്റ്റും കൂടെ അറിഞ്ഞിരിക്കുക. 1 യാർഡെന്ന് പറയുന്നത് എന്താണ് 3 ഫീറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോ? പിന്നെ പറയേണ്ട ഹോക്കിയെ പറ്റി പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? മേജർ ധ്യാൻചന്ദ്, ഫാദർ ഓഫ് ഇന്ത്യൻ ഹോക്കിയാണ് ആര്? മേജർ ധ്യാൻചന്ദ്. വിസാർഡ് ഓഫ് ഹോക്കി എന്നറിയപ്പെടുന്നത് ആരാണ്? മേജർ ധ്യാൻചന്ദ്. വിസാർഡ് ഓഫ് ഹോക്കി മേജർ ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്ന് പറയപ്പെടും. ഹോക്കി മാന്ത്രികൻ എന്ന് പറയുന്ന ആരാ? മേജർ ധ്യാൻചന്ദ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വർഷം SSC CHSL 2025 ചോദിച്ച ചോദ്യമാണ്. 2025 ചോദിച്ച ചോദ്യമാണ്. ദ ഗോൾ ആരുടെ കൃതിയാണെന്നുള്ളത്. ദ ഗോൾ. ഓക്കെ, ഇത് PYQ ആണ്, ഇത് PYQ ആണ്. ദ ഗോൾ ആരുടെ കൃതിയാണ്? ദ ഗോൾ മേജർ ധ്യാൻചന്ദ്. ഓക്കെ, മറക്കരുത്. ദ ഗോൾ ആരുടെ കൃതിയാ? മേജർ ധ്യാൻചന്ദ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഒരു വട്ടം. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് 55 മീറ്റർ അല്ലെങ്കിൽ 60 യാർഡ്സ്, സ്റ്റാൻഡേർഡ് ലെന്ത് 91.4 മീറ്റർ അല്ലെങ്കിൽ 100 യാർഡ്സ്. പിന്നെ പറഞ്ഞത് റേഡിയസ്, ഷൂട്ടിംഗ് സർക്കിൾ അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് സർക്കിളിന്റെ റേഡിയസ് 14.63 മീറ്റർ. പിന്നെ പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് ഗോൾ വരെയുള്ള ദൂരം 6.4 മീറ്റർ അഥവാ 7 യാർഡ്സ്. ഒരു യാർഡ് എന്ന് പറയുന്നത് 3 ഫീറ്റ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബുക്ക് റിട്ടൺ ബൈ പാണിനി? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബുക്ക് റിട്ടൺ ബൈ പാണിനി? ഏതൊക്കെയാ ഓപ്ഷൻ? ഏതൊക്കെയാ? മഹാഭാഷ്യ, അഷ്ടധ്യായി, മുദ്ര രാക്ഷസ, രാജതരംഗിണി. ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്ക് പാണിനിയെ പറ്റി ഒരു 2 കാര്യങ്ങൾ പറയാം. പാണിനി എന്താണ്? പാണിനി അല്ലേ, സംസ്കൃത ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പാണിനിയാണ്. ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആരാണ്? പാണിനി. ഓക്കെ, അപ്പം ഈ സാൻസ്ക്രിറ്റ് ഗ്രാമറിനെ കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? അഷ്ടധ്യായി. ഓക്കെ ആണോ? അഷ്ടധ്യായി. പാണിനിയുടെ ബുക്ക് ഏതാ? അഷ്ടധ്യായി. പാണിനിയുടെ ബുക്ക് ഏതാണ്? അഷ്ടധ്യായി. ഓക്കെ, സംസ്കൃത ലാംഗ്വേജിലെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലെ ആദ്യ ഗ്രമേറിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പാണിനിയാണ്. സംസ്കൃത ലാംഗ്വേജിന്റെ ആദ്യത്തെ ഗ്രമേറിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? പാണിനിയാണ്. പാണിനിയുടെ കൃതിയാണ് അഷ്ടധ്യായി. ഈ അഷ്ടധ്യായിനെ ഈ അഷ്ടധായി കൃതി ഉണ്ടല്ലോ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് എന്ത്? മഹാഭാഷ്യ. അഷ്ടധ്യായി കൃതിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് എന്ത്? മഹാഭാഷ്യ. ആരുടെയാണ് മഹാഭാഷ്യ? പതഞ്ജലിയുടെയാണ്. പതഞ്ജലി. ഓക്കെ, പതഞ്ജലിയുടെ കൃതിയാണ് എന്ത്? മഹാഭാഷ്യ. പതഞ്ജലിയുടെ കൃതിയാണ് എന്ത്? മഹാഭാഷ്യ. അഷ്ടധ്യായിയോ? പാണിനി. മുദ്ര രാക്ഷസ ആരുടെ കൃതിയാ? മുദ്ര രാക്ഷസ ആരുടെ കൃതിയാണ്? വിശാഖദത്ത. വിശാഖദത്തയുടെ കൃതിയാണ് എന്ത്? മുദ്ര രാക്ഷസ.
വിശാഖദത്തയുടെ കൃതിയാണ് മുദ്ര രാക്ഷസ. വിശാഖദത്തയുടെ കൃതിയാണ് മുദ്ര രാക്ഷസ. രാജതരംഗിണി കൽഹണ. രാജതരംഗിണി ആരുടെ കൃതിയാ? കൽഹണ. രാജതരംഗിണി ആരുടെയാ? കൽഹണ. ഓക്കെ ആണോ? പാണിനിയുടെ കൃതി അഷ്ടധ്യായി. മഹാഭാഷ്യ പതഞ്ജലി. മുദ്ര രാക്ഷസ വിശാഖദത്ത. രാജതരംഗിണി കൽഹണ. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു 3 ബുക്ക് കൂടെ പഠിച്ച് നമുക്ക് നിർത്താം. 3 ബുക്ക്, പ്രധാനപ്പെട്ട 3 ബുക്ക്. നാഗനന്ദ. ഓക്കെ, നാഗനന്ദ. രത്നാവലി. പ്രിയദർശിക. ഓക്കെ, പ്രിയദർശിക. ഓക്കെ ആണോ? നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക. കൂടെ പറഞ്ഞേ. നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക. ഒന്നുകൂടെ. നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക. ഈ 3 കൃതി ആരുടെയാണ്? ഈ 3 കൃതിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കൃതി ഹർഷവർദ്ധനന്റെയാണ്. ഈ 3 കൃതി ഹർഷവർദ്ധന. ഹിന്ദു ചക്രവർത്തി ആയിരുന്ന ആളാണ് ഹർഷവർദ്ധനയുടെ 3 കൃതിയാണ് ഏതൊക്കെ? ഒന്നുകൂടെ കൂടെ പറഞ്ഞേ. നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക. നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക. ഈ ഹർഷവർദ്ധന ഭരിച്ചിരുന്ന കാലഘട്ടം അറിഞ്ഞിരിക്കണം. 606 AD to 647 AD. 647. ഈ 606 AD ആണ് എന്തിന് തുടക്കമായി എന്ന് കരുതപ്പെടുന്നത്? ഹർഷ ഇറ എന്നറിയപ്പെടുന്നത്. ഹർഷ ഇറ തുടങ്ങിയത് എന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയണം? 606 AD. ഓക്കെ ആണോ? ഇനി ഹർഷവർദ്ധനെ കുറിച്ച് ബാണഭട്ടൻ ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ഹർഷവർദ്ധനെ പറ്റി ബാണഭട്ടൻ ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ഹർഷചരിത. അപ്പൊ ആരുടെ കൃതിയാണ്? ഹർഷചരിത ആരുടെ കൃതിയാ? ബാണഭട്ടന്റെ കൃതിയാണ്. എഴുതിയെടുത്തോണേ. ബാണഭട്ടന്റെ കൃതിയാണ് എന്ത്? ഹർഷചരിത. ശിലാദിത്യ എന്നറിയപ്പെടുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹർഷവർദ്ധന. ശിലാദിത്യ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹർഷവർദ്ധന. ഓക്കെ ആണോ? ഒന്നുകൂടെ നമുക്ക് നോക്കാമോ? പാണിനിയുടെ കൃതി അഷ്ടധ്യായി, മഹാഭാഷ്യ പതഞ്ജലി, മുദ്ര രാക്ഷസ വിശാഖദത്ത, രാജതരംഗിണി കൽഹണ. പിന്നെ ഉള്ള 3 കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക. ഇത് 3 എഴുതിയത് ആരാ? ഹർഷവർദ്ധനയുടെ കാലഘട്ടം 606 AD മുതൽ 647 AD വരെ. 606 ആണ് എന്തിന് തുടക്കം കൺസിഡർ ചെയ്യുന്നുണ്ട്? ഹർഷ ഇറ. ഓക്കെ. ഇനി ഹർഷചരിത എഴുതിയത് ആരാ? ബാണഭട്ടൻ. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാമോ? റിവൈസ് ചെയ്യാമോ? നമ്മൾ പറഞ്ഞത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ ആസ്ഥാനം പറഞ്ഞു റോം. നിലവിൽ വന്നത് 1945 October 16. വേൾഡ് ഫുഡ് ഡേ October 16. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം വന്നു 1939 1945 കാലഘട്ടത്തിന് ശേഷം വന്നു. 197 കൺട്രീസ് ആണ് മെമ്പേഴ്സ് ആണുള്ളത്. 194 കൺട്രീസും യൂറോപ്യൻ യൂണിയനും 2 അസോസിയേറ്റ് മെമ്പേഴ്സും. പ്രസന്റ് ഡയറക്ടർ ജനറൽ ആരാ? ക്യൂ ഡോങ് യു. അത് എത്രാമത്തെ ഡയറക്ടർ ജനറൽ? 9ാമത്തെ. മോട്ടോ എന്താ? ലെറ്റ് ദെയർ ബി ബ്രെഡ്. അത് ആരാണ് അങ്ങനെ പറഞ്ഞത്? സർ ജോൺ ബോയ്ഡ് ഓർ. പിന്നെ യൂറോപ്യൻ യൂണിയനെ പറ്റി കുറച്ച് പോയിന്റ് പറഞ്ഞല്ലേ. 1993 നവംബർ 1 നിലവിൽ വന്നു. ബ്രസൽസ് ബെൽജിയത്തെ ആസ്ഥാനം. എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 27 മെമ്പേഴ്സ് ആണ്. കറൻസി എന്താ? യൂറോ. നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. 1999. സർക്കുലേഷൻ എൻറ്റേർഡ് ഇൻ ടു സർക്കുലേഷൻ 2002. എത്ര കൺട്രീസ് യൂറോ ഉപയോഗിക്കുന്നു? 20 കൺട്രീസ്. അവസാനം അംഗമായ രാജ്യം ക്രൊയേഷ്യ. ഫ്ലാഗിന്റെ നിറം ബ്ലൂ. 12 സ്റ്റാർസ്. ആന്തം എന്താ? ഓ ടു ജോയ്. സ്ലോഗൺ പഠിക്കണേ. യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. പ്രസിഡന്റ് ആരാ? ഊർസുല വോൺ ഡെർ ലിയൻ. ഓക്കെ. ഇനി സ്റ്റാൻഡേർഡ് വിഡ്ത്ത്. ഹോക്കി ഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്താ? 55 മീറ്റർ അല്ലെങ്കിൽ 60 യാർഡ്സ്. ലെന്തോ 91.4 മീറ്റർ അല്ലെങ്കിൽ 100 യാർഡ്സ്. പിന്നെ ഇത് PYQ ആണ്. ഈ റേഡിയസ് PYQ ആണ്. പഠിച്ചിരിക്കുക. 16.43 മീറ്റർ. 14.63 മീറ്റർ. 14.63 മീറ്റർ. മാർക്കല്ലേ തെറ്റിപ്പോയി.
കറക്റ്റായിട്ട് പഠിക്കുക. 14.63 മീറ്റർ. ഇത് PYQ ആണ്. അതുപോലെ ഇതും കൂടെ അറിഞ്ഞിരിക്കുക. പെനാൾട്ടി സ്പോട്ടിൽ നിന്ന് ഗോൾ വരെയുള്ള ദൂരം 6.4 മീറ്റർ അല്ലെങ്കിൽ 7 yards. പിന്നെ ദ ഗോൾ ആരുടെ കൃതിയാണ്? മേജർ ധ്യാൻചന്ദ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഹോക്കി എന്നറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദ്. വിസാർഡ് ഓഫ് ഹോക്കി എന്നറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദ്. അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബുക്ക് റിട്ടൺ ബൈ പാണിനി? പാണിനിയുടെ കൃതി ഏതാ? അഷ്ടധ്യായി. മഹാഭാഷ്യം എന്താ? പതഞ്ജലി. മുദ്രരാക്ഷസ വിശാഖദത്ത. രാജതരംഗിണി കൽഹണ. ഈ 3 കൃതികൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക ആരുടെ കൃതിയാണ്? ഹർഷവർദ്ധന. ശിലാദിത്യ എന്നറിയപ്പെട്ട രാജാവാണ് ആര്? ഹർഷവർദ്ധന. ഹർഷചരിതം എഴുതിയത് ബാണഭട്ട. ഹർഷ എറർ സ്റ്റാർട്ട് ചെയ്യുന്നത് 606 AD. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അതെല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഉറപ്പായിട്ടും പറഞ്ഞിരിക്കുക. ആൻഡ് താങ്ക് യു.